നമസ്കാരം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബട്ടറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കുന്ന കുക്കീസിൽ ഒരു കുക്കിയാണത്. ബേക്കറികളിൽ പോലും ഇതുപോലത്തെ കുക്കീസൊന്നും കിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ഉരുക്കിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കിയിട്ട് തന്നെ ഇത് ഒഴിക്കണം കേട്ടോ, എന്നാലാണ് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുക. അടുത്തത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കണത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ചെയ്യാം കേട്ടോ, സെയിം മെഷർമെൻറ്റിൽ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫുഡ് ടാഗ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ ആദ്യം വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കൈ കൊണ്ട് ഒരുപാട് ഇട്ട് കുഴയ്ക്കാൻ പാടില്ല, പതുക്കെ ജെൻറ്റിലായിട്ട് ഇത് അതുപോലെ കുഴച്ചെടുക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഡോ ആക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പാലൊഴിച്ചു കൊടുക്കരുത് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുണ്ടാക്കിയെടുക്കാം. ഞാൻ ഇന്ന് നോർമലായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എല്ലാ കുക്കീസും ഒരേ സൈസിലുള്ളതായിരിക്കണം, എന്നാലാണ് ഈവൻ ബേക്കിംഗ് നടക്കുക. അപ്പോൾ ഇതതുപോലെ പരത്തിയെടുത്ത ശേഷം പിസ്ത പൊടിച്ചയിൽ ഇതുപോലെ എല്ലാ വശവും ഒരുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ കുക്കീസും ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പിസ്തയ്ക്ക് പകരം ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ചെയ്യാം കേട്ടോ. പിസ്ത ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് മീഡിയം സൈസിലുള്ള 10 കുക്കീസാണ് കിട്ടിയത് കേട്ടോ. ഇതിനി 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 170 ഡിഗ്രിക്ക് തന്നെ എനിക്ക് 25 മിനിറ്റ്സ് എടുത്തു കേട്ടോ ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അടുത്ത ദിവസമാണ് ബാക്കിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് നല്ല കളറോടുകൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുക്കീസ് ബേക്കായി വന്ന ഉടനെ അതേ പ്ലേറ്റിൽ വെക്കരുത്. ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള വയർ റാക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ഒരു എപ്പോഴും കുക്കീസൊക്കെ ചെയ്യണവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഈ ഒരു വയർ റാക്കിന് മുകളിൽ കുക്കീസ് എടുത്ത് വെക്കണം, എന്നാലാണ് അടിവശവും മുകൾ വശവും ഒരുപോലെ എയർ കടന്നിട്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ഇൻ കേസ് നമ്മൾ അതേ പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ അതിൽ ഈർപ്പം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ് നമ്മുടെ കുക്കീസ് കിട്ടിയിരിക്കണതെന്ന് കണ്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കുക്കിയാട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. ഇനി ഒരു കുക്കി പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, അധികം ബലം പ്രയോഗിക്കാതെ എന്നാൽ ക്രിസ്പി ആയിട്ടുണ്ട് താനും. നമുക്ക് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കുക്കീസ് കഴിക്കാനായിട്ട്. പുറത്തുനിന്നൊന്നും കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കൂ. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ തന്നെ ചെയ്തെടുക്കണമല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.